മ്യൂസിക്കിലെ ജാതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ചൊക്കെയുള്ള വർത്തമാനങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഹരീഷ്. ശരിക്കും അത് അങ്ങനെ തന്നെ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ട് ഒരു കലാകാരൻ ഉറപ്പായിട്ട് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട് പരിപൂർണമായിട്ട് ഉറപ്പുള്ളതുകൊണ്ടും പറയണമെന്ന് തോന്നുന്നുകൊണ്ടും പറയുന്നതാണ്. ഈ ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ പല ജോണേഴ്സിൽ നിന്ന് നമ്മൾ പല രീതിയിൽ മ്യൂസിക്കിനെ കൺസീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സീന് കുറേ മാറിയെങ്കിലും പല സ്ഥലങ്ങളിലും ഈ പറയുന്ന പോലെ ചെറിയ മ്യൂസിക്കിൻ്റെ വ്യത്യാസങ്ങളെ പോലും വിമർശിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റി. അത് ഇത്തരത്തിലുള്ളൊരു വിപ്ലവകരമായ വർത്തമാനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയാണ്. ഇപ്പോൾ എങ്ങനെയാണ് മിടുക്കന്മാരാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ പിള്ളേർ ഇപ്പോഴത്തെ ഒരു 20 തൊട്ട് 30 വയസ്സ് പ്രായമുള്ള അവരാണ് ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയെ മുമ്പോട്ട് നയിക്കുന്ന. നമ്മളൊക്കെ പാസിംഗ് ജനറേഷൻ, ട്വൈലൈറ്റിലേക്ക് പോകുന്ന ജനറേഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്തമനത്തിലേക്ക് നടക്കുന്ന ഒരു ജനറേഷനാണ്. ഒരു ലിറ്ററലി ഉദിച്ചുയരുന്ന ഒരു ജനറേഷൻ. അവരും മിടുക്കന്മാരാണ്. അവർക്ക് വായനയുണ്ട്, അവർക്ക് ചട്ടക്കൂടുകൾക്ക് വിരുദ്ധമായ സൗഹൃദങ്ങളുണ്ട്, അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവർ പഠിക്കുന്ന സാഹചര്യവും അവർക്ക് കിട്ടുന്ന എക്സ്പോഷറും അവരെ ബ്രോഡ് മൈൻഡഡ് ആവാൻ. അതിനകത്ത് 20 വയസ്സിൽ അമ്മാവൻ മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അത് എല്ലായിടത്തും ആ ഒരു അപാകതകൾ എന്നും നിലനിൽക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരും ബ്രോഡ് മൈൻഡഡ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ട് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ഓഡിയൻസിലേക്ക് നമ്മളുടെ ഒപ്പീനിയൻസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ഒരു തരത്തിലും മാറാൻ സാധ്യതയില്ലാത്തവരൊന്നും നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിച്ചാലും അവരതിനെ എതിർക്കാൻ വേറൊരു വഴി കണ്ടുപിടിക്കുമെന്നല്ലാതെ ആ മല അബ്ദുള്ളയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ആ ജനറേഷൻ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരെ നമുക്ക് കുറച്ചെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവർ നമ്മൾ കണ്ട വെളിച്ചം അവരാ വെളിച്ചത്തിലേക്ക് എത്തും. നമുക്ക് ആ പ്രായം കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആ വെളിച്ചത്തിലേക്ക് നേരത്തെ എത്തിയത്. അത് അവരിലേക്ക് നേരത്തെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവർ തന്നെ സഞ്ചരിച്ച് ആ വെളിച്ചത്തിലേക്ക് അവരെത്തും. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, എനിക്കിപ്പോൾ നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരുപാട് സിനിമകളിൽ പാടണം എന്നുള്ളൊരു ആസ്പിറേഷൻ എനിക്കുണ്ടോ? ഇല്ല. ഇനി എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഫേമസ് ആയി ഒരു ക്യാബിനറ്റ് മുഴുവൻ അവാർഡുകൾ വാങ്ങിക്കൂട്ടി നിറച്ചൊരു വലിയ ആളാവണം എന്നെനിക്ക് ഒരു ആസ്പിറേഷൻ ഉണ്ടോ? ഇല്ല. എനിക്കുള്ള ആസ്പിറേഷൻ എന്താ? എനിക്ക് പറ്റുന്നിടത്തോളം പാടണം. എൻ്റെ ചെവി കേൾക്കുന്നിടത്തോളം എനിക്ക് സന്തോഷം തരുന്ന പാട്ടുകൾ പാടണം. അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാലം വരെ ലൈവ് പ്രോഗ്രാം നടക്കും. ഒരു കാലം കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം വിരളമാവുമ്പോൾ ആരും വിളിക്കാതെ ആവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പാടും. അപ്പോൾ എന്തായാലും ഞാൻ പാടും. പണ്ടും അങ്ങനെയായിരുന്നു. കേൾക്കാനില്ലാത്തൊരു കാലത്ത് കേൾക്കുന്ന കാലത്തിലേക്ക് തിരിച്ച് എല്ലാ മനുഷ്യരും ആ ഉദയം, ഉച്ചസൂര്യൻ, അസ്തമയം, ഇത് എല്ലാ മ്യൂസീഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നും കത്തി നിൽക്കാനൊന്നും ആർക്കും സാധിക്കില്ല. എനിക്ക് ഒരു ആംബിഷനും ഇല്ല ഇനി. എനിക്ക് ആർക്കും നോബഡി ക്യാൻ ഓഫർ മീ എനിത്തിങ്. അതുകൊണ്ട് തന്നെ ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം നഷ്ടപ്പെടാനില്ലാത്തവനാണല്ലോ എപ്പോഴും ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഉള്ള ഒരു പ്രിവിലേജ് കിട്ടുന്നത്. പലർക്കും ആ പ്രിവിലേജ് ഉള്ളത് അവരുടെ കുറ്റമല്ല. ഉദാഹരണത്തിന് ആരെയും പിണക്കാതെ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ പ്രിവിലേജ് വെച്ചാണോ എൻ്റെ ഓഫീസിൽ പോയി സംസാരിക്കുന്നത്? അല്ലല്ലോ. അവിടെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ പറയേണ്ടതേ പറയുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്യുള്ളൂ. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വലിയ ആളായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നു. ഈ എല്ലാത്തിനകത്തും ഒരു എന്താ പറയുക, സത്യസന്ധത കുറവുണ്ടല്ലോ. നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത സത്യങ്ങൾ പറയാൻ നമുക്ക് എപ്പോഴും ഭയങ്കര എളുപ്പമാണ്. നമുക്കെന്തെങ്കിലും കുറവോ ബുദ്ധിമുട്ടോ ചാലഞ്ചോ വരുന്ന സത്യം പറയുമ്പോഴാണ് യഥാർത്ഥത്തിലാണ് സത്യസന്ധനാവുന്നത്. ഇപ്പം എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ വരുന്ന കാര്യം സത്യം പറയുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു വലിയ നിലപാടിൻ്റെ രാജാവാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും നിലപാടിൻ്റെ രാജാവാരാന്നറിയോ? ഇതുകൊണ്ട് എല്ലാ നഷ്ടങ്ങളും വന്നാലും കുഴപ്പമില്ല, ആ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഞാൻ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കും എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥ നിലപാടുള്ള ആൾ. ഞാൻ ആ ആളൊന്നുമല്ല. എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് പരിപൂർണ ബോധ്യമുള്ളതുകൊണ്ട് ആ ഭാഗത്ത് നിന്നുകൊണ്ട് എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് അതിനെ ഒരു ഗ്ലാമറൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ നിലപാടുകളെ എന്തോ ഒരു വലിയ ഒരു വിപ്ലവകരമായ ഒരു നിലപാടിൻ്റെ ഒരു ഉപജ്ഞാതാവോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗേറ്ററാണ് ഞാൻ എന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ കേട്ട് കുറച്ചെങ്കിലും അതിൽ നിന്ന് അവർ എന്തെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ ആർട്ട്. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഈ നമ്മൾ ജാതി മത വ്യത്യാസം എന്തിന്, ഈ ഉദാഹരണത്തിന് ഈ ബിംബവൽക്കരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിവാദം പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ ബിംബവൽക്കരിക്കുമ്പോഴാണ് ഈ ഉദാഹരണത്തിന് ആ പാട്ട് തുടരുത്,
അതെ. എന്ന് പറയുന്നത് ജാതിവാദം പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാധനങ്ങളൊന്നും നിങ്ങൾക്ക് പ്രാപ്യമല്ല, നിങ്ങൾ അതിനെ തൊഴാൻ മാത്രമേ പാടുള്ളൂ, നിങ്ങൾ അതിനെ ആരാധിക്കാൻ മാത്രമേ പാടുള്ളൂ. ഇത് തന്നെയാണ് കർണാടക സംഗീതത്തിലെ ആൾക്കാർ, ചില ജാതിയിലുള്ളവർ കർണാടക സംഗീതം പാടരുതെന്ന് പറയുന്നതും ദേവരാജൻ മാഷയുടെ പാട്ട് നീ പാടരുതെന്ന് പറയുന്നതിലുള്ള ജാതീയത സെയിമാണ്. ബേസിക്കലി എല്ലാ ആർട്ടും എല്ലാവർക്കും പാടാനും കേൾക്കാനും സന്തോഷിക്കാനും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് സംഗീതം. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ പാട്ടിന് ഞാൻ ഉണ്ടാക്കി വെച്ച പോയിന്റ് അപ്പുറത്തേക്കുള്ളത് ഒന്നും പ്രാപ്യമല്ല എന്നൊക്കെ പറയുന്നത് നമ്മളുടെ അകത്തുള്ള ഒരു ഫ്യൂഡൽ ചിന്താഗതി പുറത്തേക്ക് വരുന്നതാണ്. ഈ ആസ്വാദകരുടെ മൈൻഡിൽ ഈ ഫ്യൂഡലിസം ഉള്ളത് കൊണ്ടാണ് എന്തോ ഒരാൾ പാടുമ്പോൾ നീ എങ്ങനെ അത് പാടും, അതൊരു മഹാൻ ചെയ്തു വെച്ച സംഭവമല്ലേ, അതെങ്ങനെ, അത് റെസ്പെക്റ്റിൽ നിന്ന് വരുന്ന ഫീലിംഗ് അല്ല. റെസ്പെക്റ്റിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുക, നമ്മളൊരു അമ്പലത്തിൽ പോയി ഭജന പാടുമ്പോൾ ആരെങ്കിലും താൻ എങ്ങനെ ഭീംസൻ ജോഷി പാടിയ ഭജന താൻ എങ്ങനെ പാടുന്ന ആരും പറയുന്നില്ലല്ലോ. അവിടെ റെസ്പെക്റ്റ് ദൈവം എന്നുള്ള ഒരു പ്രതിഭാസത്തിനാണെന്നുള്ളതിൻ്റെ ബോധ്യം നമുക്കുള്ളതുകൊണ്ടല്ലേ എല്ലാവരും പോയി അമ്പലത്തിൽ ഭജന പാടുമ്പോൾ ആരെങ്കിലും വന്ന് സംഗതി തെറ്റിപ്പോയിന്നോ ശ്രുതി ചേർന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പം ഇതിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊന്നും ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതിനൊക്കെ ചില സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിലേക്ക് ചിലർക്ക് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. അതിനെയൊക്കെ നമ്മൾ അതിനിശ്ചിതമായിട്ട് ആടപടലം നമ്മൾ എതിർത്തിരിക്കും. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ രവീന്ദ്ര മാഷേയും ജോൺസൺ മാഷിനെയും വിദ്യാസാഗർ സാറിനെയും റഹ്മാൻ സാറിനെയും രാജ സാറിനെയും ഒക്കെ എന്താ പറയുന്നത്, കലയുടെ ഏറ്റവും ഉന്നത പോയിന്റിൽ കണ്ട് ആരാധിച്ച് ബഹുമാനിക്കുന്ന ഒരാളാണ്. അത് എന്നെ അറിയുന്നവർക്കും എൻ്റെ പാട്ട് എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അവരെ ബഹുമാനിക്കുന്നത് അവരുടെ പാട്ടുകൾ പാടാതെയല്ല, അവർക്ക് ഞാൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം അവരുടെ പാട്ടുകൾ പാടിയിട്ടാണ്. അപ്പോൾ അവരുടെ സാധനത്തിലേക്കൊന്നും നമ്മൾ കടന്നു ചെല്ലാനൊന്നും നീ ആയിട്ടില്ല എന്ന് പറയുന്നത് ആ ഒരു മാടമ്പി വിമർശനമില്ലേ, നീ ചെയ്യരുത്, അത് കൈ വെച്ചിരുന്നാൽ മതി. അത് വിമർശനമൊന്നുമല്ല, വിമർശനത്തിനും ഒരു ഡിഗ്നിറ്റി ഒക്കെ ഉണ്ട്. വിമർശനം നമ്മളെന്ന് സ്വീകരിക്കുന്ന ഒരാളാണ്. ഇത് ബേസിക്കലി അമ്പലത്തിൽ കയറരുത്, അല്ലെങ്കിൽ ആ കളി നീ കളിക്കരുത്, അല്ലെങ്കിൽ ഈ വസ്ത്രം ധരിക്കരുത്, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിലൊക്കെ താങ്കൾക്കൊരു ഫാസിസം ഫീൽ ചെയ്യുന്നില്ലേ? എനിക്ക് അതേ ഫാസിസമാണ് ഈ പാട്ടിൽ ഈ സംഗതി പാടുന്നത് പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് പറയാൻ നിങ്ങൾ ആരാണ്? സൃഷ്ടാവിനില്ലാത്ത എന്ത് റൈറ്റാണ് ശ്രോതാവിനുള്ളത്? സൃഷ്ടാവിന് തന്നെ ഇത് പറയാൻ സാധിക്കുമോ? പബ്ലിക് ഡൊമൈനിലുള്ള ഒരു സാധനത്തിനെ വീണ്ടും ഒരാൾ പ്രാവർത്തികമാക്കരുതെന്ന് ഒരു സൃഷ്ടാവിന് പറയാൻ സാധിക്കുമോ? അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എന്താണ്? നടക്കുന്ന കാര്യമാണോ ഇത്? ഇപ്പോൾ ഉദാഹരണത്തിന് ലൈവിൽ പാടുന്ന ഒരാളുടെ ഷോ വേണമെങ്കിൽ പോയി തടയാം. എത്രയോ പേര് വീട്ടിലെ വെള്ളമടി പാർട്ടിയിൽ ഇരുന്ന് പാടുന്നത്, ആ വീട്ടിലൊക്കെ താങ്കൾ പോയി തടയുകയോ?